PCOS എവിടെ നോക്കിയാലും PCOS. എന്നാൽ ഈ PCOS എന്താണെന്ന് പല പെൺകുട്ടികൾക്കും അറിയില്ല. ഇതറിയാൻ വേണ്ടി നമുക്ക് ബേസിക് ഒരു ഓവറി ബയോളജി അറിയേണ്ടതുണ്ട്. ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ തന്നെ അവർക്ക് ഫിക്സഡ് നമ്പർ ഓഫ് എഗ്സ് ഉണ്ടായിരിക്കും. ആ ജീവിതത്തിൽ മൊത്തത്തിൽ ഉണ്ടാവേണ്ട എഗ്സ് ഉണ്ടായിരിക്കും. അത് അവർ റെഡി സപ്ലൈക്കും റെഡി ആയിട്ടാവും ഉണ്ടായിരിക്കുക. അപ്പൊ എല്ലാ മാസവും ഈ എഗ്സ് റിലീസ് ആവാൻ ബോഡി തയ്യാറെടുക്കും. അതിൽ ഒരു 20 എഗ്സ് ഒക്കെ ആയിരിക്കും ഈ ഒരു റെഡി സപ്ലൈക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം. ഈ 20 എണ്ണത്തിൽ ഈ ഒരു എഗ് ആയിരിക്കും ഭയങ്കര ബിഗ്ഗസ്റ്റ് ആൻഡ് സ്ട്രോങ്സ്റ്റ് എന്ന് പറയാം. നമുക്ക് ഗോഡ് ഫാദർ എന്ന് വിളിക്കാം. അതായിരിക്കും ഈ എല്ലാ മാസവും റിലീസ് ആവുന്ന ഒരു എഗ് എന്ന് പറയുന്നത് ഈ ഗോഡ് ഫാദർ ആയിരിക്കും. എല്ലാ മാസവും ഈ ഗോഡ് ഫാദർ എഗ് റിലീസ് ആകുമ്പോൾ അതിന്റെ പ്രതീക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പേം ഇതിനെ മീറ്റ് ചെയ്യും, ബേബി ആവും എന്നുള്ള പ്രതീക്ഷയിലാണ് ആവുന്നത്. അതായില്ലെങ്കിൽ യൂട്രസിന് ഭയങ്കര സങ്കടമാവും. എന്നിട്ട് എന്താവും, നമുക്ക് പീരിയഡ്സ് ആവും. അപ്പൊ ഈ PCOSൽ എന്താ സംഭവിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലുള്ള പല ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് കാരണം എന്ത് സംഭവിക്കും, ഈ ഒരു ഗോഡ് ഫാദർ എഗ് റിലീസ് ആവണേന്റെ പകരം എല്ലാ 20 എഗ്സും കൂടി ഡെവലപ്പ് ചെയ്ത് ഈ എല്ലാ 20 എഗ്സും കൂടി റിലീസ് ആവാൻ തുടങ്ങും ഒരെണ്ണത്തിന് പകരം. അപ്പൊ എന്ത് സംഭവിക്കും, ഇറഗുലർ പീരിയഡ്സ്, ആക്നി, ഈ മുടി രോമ വളർച്ച കൂടുതൽ, എല്ലാ എഗ്സും റിലീസ് ആവുന്നതുകൊണ്ട് തന്നെ ഓവറിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അൾട്രാസൗണ്ട് സ്കാൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞു സിസ്റ്റേൾ കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഇതിനെ പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ചെറിയ ഐഡിയ ഒക്കെ കിട്ടി കാണുമല്ലോ. ബൈ ബൈ.